നാം ഇവിടെ കൂടിയിരിക്കുന്നത്. കാർഷിക രംഗത്ത് ആടുവളർത്തൽ മേഖലയിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഈ ഗ്രൂപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിനായി KGFC ജനറൽ സെക്രട്ടറി ശ്രീ സുഗതൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഇവിടെ കാണും. ഞാനൊരു പ്രാസംഗികരോ സംഘാടകരോ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സംസാരിക്കും. അടുത്തൊരു അധ്യക്ഷ പ്രസംഗമാണ്. KGFC പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ഖാദർ സാറിന് ഇത് താൽക്കാലികമായി അധികം കുറച്ച് ലേറ്റായേ വരികയുള്ളൂ. അദ്ദേഹത്തിന്റെ മാമ മരണപ്പെട്ടതിനാൽ അല്പം വൈകിയേ എത്തുള്ളൂ. ആ സ്ഥാനത്ത് ആ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് നാസർ നാലകത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഔപചാരികമായിട്ടാണ് ഒരു വേദിയിലേക്ക് വരേണ്ടി വന്നത്. ഒരുപക്ഷെ എൻ്റെ നിയോഗമായിരിക്കാം. കാരണം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ ഷാർജയിൽ വന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഒരു നിയോഗമായിട്ട് ഇതിനെ കാണുന്നു. അതുമാത്രമല്ല, സ്ത്രീകളുടെ പ്രാതിനിധ്യം അത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തരം ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വീട്ടിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു വേദിയിൽ ഇത്രയും സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി പറയുമ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി എന്ന് പറയുന്ന പോലെ നമുക്ക് കാസർഗോഡ് നിന്നുള്ള സൂഫിക്ക ഇബ്രാഹിം തുടങ്ങിയ ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടി വലിയൊരു വിജയമായി തീരുന്നുള്ളതിൽ നല്ലൊരു സൂചനയായിട്ട് ഈ ഒരു വേദിയെ ഈ ഒരു തുടക്കത്തിലൊക്കെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ ഈ ഒരു മേഖലയിലുള്ള ചൂഷണത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും പരാജയപ്പെട്ടവരുടെ പരാജയ കാരണം മനസ്സിലാക്കാനും വിജയിച്ചവരെന്തൊക്കെയാണ് പിന്തുടരുന്നത് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തീർച്ചയായും ഈ ഒരു വേദി ഉപകരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വേദി നല്ല തുടക്കമായി കണ്ടുകൊണ്ട് നമുക്കൊരു മുന്നോട്ട് വെപ്പിനുള്ള തുടക്കമായിട്ട് ഈ വേദിയെ നമുക്ക് കാണാം. അതുപോലെ മറ്റുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ ഇവിടെ സ്റ്റേജിലുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നതാണ്. താങ്ക് യു. ഈ ഫാർമേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജനീഷ് പി ജോസിനെ ക്ഷണിക്കുന്നു.
KGFCയുടെ പ്രവർത്തകരെ, നമ്മുടെ പഞ്ചായത്ത് ജനപ്രതിനിധികളായിട്ടുള്ള പ്രിയപ്പെട്ട മെമ്പർമാരെ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റൊക്കെയുള്ള ആളുകളെയും സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ ആദ്യമായിട്ട് പരിയാരം പഞ്ചായത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം KGFCയുടെ അംഗങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഞങ്ങളുടെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ പ്രൊഫസർ C. രവീന്ദ്രനാഥ് മാഷിന്റെ മണ്ഡലത്തിൽ ആടുഗ്രാമം എന്നൊരു പരിപാടി ആളുകൾ വളരെ വിജയപ്രദമായിട്ട് നടപ്പാക്കിയിട്ടുണ്ടായി. അപ്പൊ അതിനകത്ത് വേണം കൊണ്ട് ഞങ്ങൾ അടുത്ത തവണ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് ഒരു ബൃഹത്തായ പരിപാടി, നമ്മുടെ വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന വലിയൊരു പരിപാടി ഞങ്ങൾ ആലോചനയില് നമ്മുടെ നാട്ടുകാരനും എന്റെ സുഹൃത്തുമായിട്ടുള്ള ജിജോ വെട്ടൂരിയായിട്ട് ഇതിനെ സംബന്ധിച്ചൊരു ചർച്ചകൾ നടത്തുകയും അദ്ദേഹം ഈ പശു പരിപാലനത്തിൽ വലിയ അവാർഡൊക്കെ മേടിച്ച് തുടങ്ങി നിൽക്കുന്ന അവസരമാണ്. അദ്ദേഹം ആട് വളർത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പുതിയ രീതികൾ അവലംബിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പല ഫാമുകളൊക്കെ സന്ദർശിച്ച് ഇതൊക്കെ ഞങ്ങള് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ ഈ ഇതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വലിയ പ്രതീക്ഷകൾ ഈ ആട് വളർത്തലായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഇതൊരു പ്രചോദനമായി, ഇത് അപ്രതീക്ഷിതമായ ഒരു അവസരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളൊക്കെ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ ആട് ഫാമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ളത്. ഇതൊരു നിങ്ങളെ നേരിട്ടൊരു സംഘടന ആദ്യമായിട്ടാണ് എന്ന് അതിന്റെ പരാതികൾ പറഞ്ഞു. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അതിന് എത്ര ആളുകൾ പ്രാതിനിധ്യം കിട്ടാന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥലത്ത് എത്തിപ്പെടാന്ന് പറഞ്ഞാലും വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. അതൊക്കെ നമ്മുടെ 3-4-5 പ്രതിനിധികൾ കൂടി ഉണ്ടാവും. അവര് കുടുംബശ്രീ അതുപോലെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. അവർ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കുറിച്ചെടുക്കുന്ന ക്ലാസ്സിലും പങ്കെടുക്കും. അപ്പൊ നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ ജില്ലയുടെ പഞ്ചായത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു രൂപം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ രൂപത്തിലേക്ക് ഞങ്ങൾ കിടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് വളരെ ലാഭകരമായിട്ട് വളരെ നന്നായിട്ട് നമുക്ക് ആട് വളർത്തൽ നടത്താം, അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗമായിട്ട് ഈ ആട് വളർത്തൽ കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് പകർത്തി നമുക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റും. എന്തായാലും ഞാൻ ഇതിനെ സംബന്ധിച്ച് ഇതിപ്പോ സ്വാഭാവികമായിട്ട് നമ്മള് മൃഗ വളർത്തലായിട്ടുണ്ട്. ഏത് മൃഗങ്ങളായാലും പശുവായാലും എരുമയായാലും ആടായാലും ഏറ്റവും കൂടുതൽ ആളുകൾ അതിന്റെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ് ആളുകൾക്ക് പറയാനുള്ളത്. ആളുകൾക്ക് കർഷകർക്ക് ഈ പറഞ്ഞ മൃഗങ്ങളോട് വലിയ സ്നേഹമൊക്കെയാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ കിട്ടുമ്പോ ഉള്ള പ്രശ്നങ്ങൾ അപ്പൊ അത് എങ്ങനെയെങ്കിലും നിത്യജീവനെന്നുള്ളൊരു കാര്യത്തിലേക്ക് ആളുകൾ ചിന്തിക്കുകയാണ്. പശുവിനെ വളർത്തിയാൽ പശു പ്രസവിക്കുന്നതിന്റെ ഘട്ടം വരുമ്പോൾ അതിന്റെ പ്രോബ്ലം അതിന്റെ നിലകളിൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അത്രയധികം എഫർട്ടായിട്ട് പുറകിൽ വരുന്നതുകൊണ്ട് പലരും അത് ഒഴിവാക്കുന്ന സ്ഥിതിയാണ്. 1-2 പശുവിനെ ആളുകളെ ഉദ്ദേശിച്ചത് ഏത് രാവിലെ അതേപോലെ തന്നെ ചിലപ്പോൾ രോഗം വരാം, ചിലപ്പോൾ തീറ്റെടുക്കാത്ത സ്ഥിതിയൊക്കെ വരും. ചിലപ്പോൾ പ്രസവത്തിൽ തന്നെ കുട്ടികൾ എത്ര വട്ടം പ്രസവിച്ചാലും എല്ലാ കുട്ടികളും മരിച്ചു പോകുന്ന അവസ്ഥ, അങ്ങനെ വളരെ സങ്കടകരമായ അവസ്ഥ പലർക്കുണ്ട്. അപ്പൊ ശരിയായ നിർദ്ദേശവും ശരിയായ പരിപാലനവും നമുക്ക് അറിവ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മളൊരു 4 ആടിനെ മേടിച്ച് ചെറിയ കൂടെ കെട്ടി അങ്ങനെ വളർത്തുന്ന സ്ഥിതിയാണ് ഇവിടങ്ങളിലുള്ളൂ. വലിയ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പൊ നിങ്ങളുടെ രീതിയിലുള്ള നമുക്ക് മൃഗപരിപാലനത്തിൽ തന്നെ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇപ്പോ നമ്മുടെ ജിജോന്റെ അവാർഡ് കിട്ടി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫാമിലെ അംഗമാണ്. നമ്മൾ പഞ്ചായത്ത് അവാർഡ് കൊടുത്തു, മിൽമേയുടെ അവാർഡ് കിട്ടി. ഇപ്പൊ ജില്ലയിലെ ഏറ്റവും നല്ല ക്ഷീരകർഷകനുള്ള അവാർഡ് കിട്ടിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഫാമുകൾ പോയിട്ടാണ്. നിങ്ങളൊക്കെ ഫാമുള്ള ആളുകളായിരിക്കെങ്കിലും നമുക്കൊരു അവസരമുണ്ട്. കാരണം ഒരു മലയോര മേഖലയാണ് നമ്മുടെ ഈ മേഖല. അപ്പൊ അതിനുള്ള പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ നിങ്ങളുടെ വന്ന ആളുകള് നമുക്കൊരു കാറ്റിൽ ബ്രീഡിംഗ് ഫാം ഉണ്ട്. സർക്കാരിന്റെ കാറ്റിൽ ബ്രീഡിംഗ് ഫാം തുമ്പുറുമുള്ളുണ്ട്. ഫുഡ് ടെക്നോളജി കോളേജ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വ്യക്തിഗതം ഒരുപാട് പുതിയ സാങ്കേതികത ഉപയോഗിച്ചിട്ടുള്ള ഫാമുകളും അതിന്റെ പരിചരണം നമുക്ക് നേരിട്ട് കാണാം. നിങ്ങളുടെ ഈ ലഞ്ച് ടൈമില് പോയി കാണണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ. അത് ജീവനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. തൊട്ടടുത്തല്ലേ നമ്മുടെ വേറെ ഒരു വ്യവസ്ഥയാണ്.
നമ്മുടെ സർക്കാരിന്റെ ഒരു സംവിധാനമാണ്. അവിടെ ഈ മാലിന്യ സംസ്കരണം വളം ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ തുമ്പൂർമൊഴി മോഡലുകൾ തന്നെ അതൊക്കെ നമുക്ക് അറിയാനുള്ള അവസരമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അറേഞ്ച്മെന്റ് ചെയ്യാം, നമുക്ക് പോയി കാണുകയും ചെയ്യാം. അവിടെ പശുവായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഐറ്റവും ഉണ്ട്, നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നമുക്ക് കൂടുതൽ പരിശ്രമമായി നിങ്ങളുടെ പ്രവർത്തനം വികസിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ KGFCയുടെ പ്രഥമ മീറ്റ് ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും വിചാരിച്ചത് അവസാനിക്കും. ആശംസകൾ അർപ്പിക്കുന്നതിനായി പരിയാരം പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷാമിനെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അദ്ദേഹം, മറ്റ് സംഘടനയുടെ ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധ്യക്ഷൻ, പിന്നെ പ്രിയപ്പെട്ട കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന കർഷകരെ, സുഹൃത്തുക്കളെ, ഇതൊരു ആരംഭമാണ്. ഈ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ മേഖലയിലുള്ള വിവിധ തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഒത്തുചേരൽ ഇത് വലിയൊരു സംഘടനയായി വളർന്നു വരട്ടെ എന്ന് ആദ്യമായി തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളെ പോലെയുള്ള ബ്ലോക്ക് പഞ്ചായത്തിനെ പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ ഈ ആട് വളർത്തലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ വയ്ക്കാറുണ്ട്. ഒരു കാലത്ത് അത്തരം പ്രോജക്റ്റുകൾ വലിയ രീതിയിൽ വിജയമായിട്ട് മാറാറില്ല എന്നുള്ളതാണ് ചില അനുഭവങ്ങളുടെ ഒക്കെ ഒരു സാക്ഷ്യം. കാരണം എന്താണ് ഇതിൽ ചെയ്യണ്ടേ എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ ആളുകൾക്ക് ഇല്ലാത്തത് തന്നെയാണ് എൻ്റെ കാര്യം. പിന്നെ ആടുകൾ മേടിക്കാനായിട്ട് ഒരു 10,000-4,000 രൂപ ഒരാൾക്ക് നിലയ്ക്ക് കൊടുക്കും. തൊട്ടപ്പുറത്തെ വീട്ടിലെ ആടിനെ ഇപ്പുറത്ത് കൊണ്ട് കെട്ടും. അതിന്റെ കാടുകളിൽ കണ്ടുകിട്ട് കഴിഞ്ഞാൽ ആടിന്റെ പ്രോജക്റ്റ് അവസാനിക്കും. അതൊക്കെ ആശകൾ മേടിച്ചെടുക്കാനല്ലാണ്ട് ഒരാടിനെ വളർത്തി അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തി ഈ വരുമാനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക എന്ന സതുദ്ദേശം അവർ നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ പങ്കുവയ്ക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ പറയുന്ന ഒരുപക്ഷെ ഇത്തരം സംഗതികളിലൊക്കെ കണ്ടു കാണും. കൃത്യമായി മാർഗനിർദ്ദേശം കൊടുക്കുവാനായിട്ട് ആരും ഇല്ലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത്. എൻ്റെ തന്നെ വളരെ ചുരുങ്ങിയ അനുഭവത്തിൽ ഇപ്പൊ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് ഈ മിക്സഡ് മാരേജുകൾ 2-3 ജാതികളിൽപ്പെട്ട ആളുകളുടെ കല്യാണങ്ങൾ വളരെ സർവ്വസാധാരണമാണ്. എസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പട്ടികജാതിക്കാരും മറ്റ് മതസ്ഥരുമായി വിവാഹം വെച്ച് കഴിയുമ്പോൾ അവർക്ക് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000 രൂപ ഒരു സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് ലഭിക്കാറുണ്ട്. അതൊരു പ്രോജക്റ്റ് പാസ്സാക്കി ഒരു പ്രോജക്റ്റ് ഒക്കെ വെച്ച് കൊടുക്കണം. എല്ലാവരും ഈ അപേക്ഷ കൊടുക്കും, ഫണ്ട് പാസ്സാക്കിയിട്ടും ഒരു പ്രോജക്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സ്വയം തൊഴിൽ ആരംഭിക്കുവാനായിട്ട് ഈ പറഞ്ഞ ആർക്കും സാധിക്കാറില്ല. അവസാനം ഈ പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ 2 പശുക്കളോട് കൊണ്ട് ഇപ്പുറത്തുകൊണ്ട് കെട്ടും, അതിന്റെ കാലത്ത് ഒരു കമ്പലടിക്കും, ഈ കാശ് മേടിച്ചെടുക്കും, അതെന്തെങ്കിലും കാര്യം നടക്കും. അതിൽ നിന്നും കൂടുതൽ ഗുണം കിട്ടാനുള്ള ഏർപ്പാട് ഇപ്പോൾ നടക്കുന്നില്ല. ഇത്തരമുള്ള സംവിധാനങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ജിജോനായിട്ട് സംസാരിച്ച് ഇപ്പൊ വലിയ ചെലവില്ലാതെ ആട് കൃഷി നടത്താം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരം ആളുകളെയൊക്കെ നിങ്ങളായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അനുഭവസ്ഥരുടെ അടുത്ത് പറയുന്നതാകുമ്പോൾ എനിക്കുള്ള അനുഭവമായിരിക്കില്ല നിങ്ങൾക്കുള്ള അനുഭവം. നിങ്ങളെപ്പോലുള്ളവരുടെ സഹായം ഇത്തരം ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പൊതുവെ സമൂഹത്തിലേക്ക് ഈ ഒരു കൃഷി ഇറങ്ങി വരികയും അതിന്റെ ഗുണം നമുക്കെല്ലാവർക്കും, ഇതിന്റെ പ്രൊഡക്ഷൻ കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഗുണം നമുക്കെല്ലാവർക്കും ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്ന ഭരണസമിതിയായിട്ടിരിക്കുന്ന പഞ്ചായത്ത് തുടർന്നും നിങ്ങളായിട്ട് സഹകരിക്കുമെന്നും നിങ്ങളുടെ ഈ ഭാരവാഹികളായിട്ടും മറ്റ് എങ്ങനെയാണോ നിങ്ങളായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കുക ആ രീതിയിലെല്ലാം നിങ്ങളായിട്ട് ബന്ധപ്പെടുമെന്നും ഈ സംഘടനയ്ക്ക് വലിയ തോതിൽ വളർച്ച ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം.
പഞ്ചായത്ത് മെമ്പർ അജിത ലക്ഷ്മൺ മാമിനെ ക്ഷണിക്കുന്നു ആശംസകൾ അർപ്പിക്കുന്നതിന്. ഈ KGFC പരിപാടിയുടെ സംഘാടകരെ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജനീഷ് പി അവരുടെ, പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പർ ശ്രീ ശ്യാം, അതുപോലെ തന്നെ 1ാം വാർഡ് മെമ്പർ ശ്രീമതി സിനി ഡേവിസ്, കുടുംബശ്രീയുടെ CDS മെമ്പർമാരായ LC ചേച്ചി, അതുപോലെ കുടുംബശ്രീയുടെ അംഗങ്ങളെ, മറ്റുള്ള ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവരും മറ്റു മേഖലകളായിട്ട് ബന്ധപ്പെട്ടുകൂടെ എത്തിയിട്ടുള്ളവരെ, നല്ലവരായ നാട്ടുകാരെ, ആദ്യമായി പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രകൃതി രമണീയമായ ഈ ഒരു പുഴയോരത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ആദ്യമായി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സ്ഥലം ഏറ്റെടുത്തതിൽ ഞങ്ങൾ പരിയാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും അധികം സന്തോഷിക്കുന്നു. പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതിയായി പ്രൊജക്ടുകളുടെ പ്രവർത്തനം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ നമ്മൾ ആടുകളെ വളർത്തുന്നതിന് മുൻകാലങ്ങളിൽ കുടുംബശ്രീയായി ബന്ധപ്പെട്ടുകൊണ്ട് ആട് വളർത്തൽ, ആട് ഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തുകളിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടന്നിരുന്നു. 5 അംഗങ്ങൾ ഉൾപ്പെടുന്ന കുടുംബശ്രീ കൂട്ടായ്മയിലൂടെ പ്രദേശത്തിന്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെയുള്ള ആട് ഗ്രാമം പദ്ധതിയിൽ 30നും 35നും ഇടയിൽ ആടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ആടിനെ വളർത്തി അവരെ കുടുംബം ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനം കുടുംബശ്രീ കാഴ്ചവെച്ചിട്ടുണ്ട്. അളകപ്പ നഗർ ഗ്രാമപഞ്ചായത്തില് വളരെ നല്ല, അത് TV-യിൽ നിന്ന് ചാനലുകാരൊക്കെ വന്നുകൊണ്ട് തന്നെ ആ പരിപാടി ലൈവായിട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിരിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ പാവപ്പെട്ടവരുടെ പശു എന്നറിയപ്പെടുന്ന ആട് വളർത്തൽ, അതിനെ നല്ല രീതിയിൽ കൃത്യമായി പറയുന്ന രീതിയിൽ ആടുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഏതെങ്കിലും ആടുകളെ തെരഞ്ഞെടുക്കണം. ആ തെരഞ്ഞെടുക്കുന്ന ആടുകൾക്ക് കൃത്യമായിട്ടുള്ള സമീകൃത ആഹാരം, നമ്മൾ കൊടുക്കേണ്ട തീറ്റകള്, കുട്ടികളെ പരിപാലിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നടത്തുകയാണെങ്കിൽ നമ്മൾ മറ്റു മേഖലകളെ ജോലിയിലേക്ക് മറ്റു മേഖലകൾ തേടി പോകുന്നതിന് പകരം തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായ പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നതാണ്. അപ്പോ ആട് വളർത്തൽ ഇങ്ങനെയുള്ള ഒരു പരിശീലനം കേട്ടത് കൊണ്ട് ഇതിൽ നിന്ന് ഇതിപ്പോ സംരംഭ ഗ്രൂപ്പുകളായിട്ട് എത്ര പേരടങ്ങുന്ന ഗ്രൂപ്പുകളാണ് എന്നൊക്കെ വിശദമായിട്ട് തന്നെ ഇവിടെ പറയും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള സംരംഭങ്ങൾ വാർത്തെടുക്കുന്നതിൽ ഇവിടെ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ ഇതിന്റെ ഓരോ ഈ നമുക്കിവിടെ തന്നിരിക്കുന്ന ലഘുലേഖയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുക്കുന്ന ആടിന്റെ ഇനങ്ങൾ ആ തെരഞ്ഞെടുക്കുമ്പോൾ അതിനെ ഇത്ര ദിവസത്തിനുള്ളിൽ ഇണചേർക്കുന്നതിനും അതിനുശേഷം കുട്ടികളെ പരിപാലിപ്പിക്കുന്നതിനും പാല് അല്ലെങ്കിൽ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ബൈ പ്രൊഡക്ട്സ്, അങ്ങനെ ഒരു ആട് എന്നുള്ളത് നമ്മൾ കുട്ടിയെ പ്രസവിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് പാല് മാത്രം എടുത്തുകൊണ്ട് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി ആയതുകൊണ്ട് വിവിധങ്ങളായ ബൈ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പ് ആടിനെ വളർത്തി അതിന് പാലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് വളരെയധികം മറ്റു തൊഴിൽ സാധ്യതകളും നമ്മളിവിടെ കണ്ടെത്തേണ്ടതുണ്ട്. ആട് ഏറ്റവും കൂടുതൽ വളരുന്നത് ജനിച്ച് 6 മാസം വരെയുള്ള പീരീഡിലാണ്. അപ്പൊ ആ പീരീഡിൽ നമ്മൾ കറക്റ്റായിട്ട് അതിന് വേണ്ട തീറ്റയും വളരാനുള്ള ടോണിക്കുകളും മിനറൽസ് ഒക്കെ കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് വളരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വളർച്ച കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും. ഇപ്പോ പുറമെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഹൈബ്രിഡ്സ്, സിറോപ്പി പോലെയുള്ള ഇനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് 35 കിലോ ഒക്കെ നമുക്ക് തൂക്കം വരും. അത് കഴിഞ്ഞാൽ പിന്നെ വളർച്ച കുറവായിരിക്കും. പിന്നെ അതൊരു 70-80 ഒക്കെ എത്തണമെങ്കിൽ 1.5 വയസ്സൊക്കെ ആവും.
ആദ്യം വളർന്ന വളർച്ചയുടെ പകുതി മാത്രമേ ഈ പീരീഡ് കഴിഞ്ഞ ആട് വളരുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഫീഡ് കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേമാതിരി ചെനയുള്ള ആടുകൾക്ക് കൊടുക്കുന്ന തീറ്റയിലും വ്യത്യാസമുണ്ട്, കറവ് ഉള്ള കൊടുക്കുന്ന അതിന്റെ കോമ്പിനേഷൻസും വ്യത്യാസമുണ്ട്. ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ സ്ലൈഡിൽ കാണിക്കാം, നിങ്ങൾക്ക് എഴുതിയെടുക്കാനൊക്കെ ഒരുപാട് എളുപ്പമുണ്ട്. അപ്പൊ സ്റ്റോൾ ഫീഡ് മെത്തേഡ് ആയിരിക്കും നമുക്ക് കേരളത്തിൽ കുറച്ചുകൂടി നല്ലത്. കാരണം 100 ആട് വളർത്തണമെങ്കിൽ നമുക്കൊരു 40 മുതൽ 45 സെന്റ് സ്ഥലം ആവശ്യമുള്ളൂ. 100 ആട് നിൽക്കുന്ന ഒരു ഷെഡിന് നമുക്ക് ഏകദേശം 2-2.5 സെന്റ് സ്ഥലം മതി. ഒരു 40-45 സെന്റ് സ്ഥലത്ത് പുല്ലുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആടിന് കൊടുക്കാനുള്ള പുല്ല് കിട്ടും. അപ്പോ സ്റ്റോൾ ഫീഡ് മെത്തേഡത്തിൽ തന്നെ നമുക്ക് 2 രീതിയിൽ ആടിനെ വളർത്താം. ഒന്ന് ബ്രോയിലർ രീതിയിൽ, അല്ല അതിനെ ഇന്റൻസീവ് എന്ന് പറയും. രണ്ടാമത് സെമി ഇന്റൻസീവ്, അതായത് 2 നേരം പുല്ലും 1 നേരം കൈത്തീറ്റയും കൊടുത്ത് വളർത്തുന്നത്. അത് മാത്രമേ നമുക്ക് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ആൾക്കാരും ബ്രോയിലർ രീതിയിൽ ആടിനെ വളർത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം ഒന്ന് അതിന്റെ മാർക്കറ്റിംഗ് ആണ്. ഇപ്പൊ എന്റെ അറിവിൽ കേരളത്തിൽ ഏകദേശം ഒരു 3-4 ഫാമുകളോടത്തോളം പൂർണ്ണമായിട്ടും ബ്രോയിലർ രീതിയിൽ ആടിനെ വളർത്തുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ഒരു പ്രോബ്ലം, അവിടെ നിന്ന് നമ്മൾ ഒരു മുതിർന്ന ആടിനെ മേടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് പുല്ല് കൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം അതിന്റെ ദഹന വ്യവസ്ഥ കൈത്തീറ്റയ്ക്ക് വേണ്ടി മാത്രമുള്ള രീതിയിലാണ്. പുല്ല് കൊടുക്കാൻ ആടിയെത്തും. നേരെ തിരിച്ച് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ സെമി ഇന്റൻസീവായിട്ട് വളർത്തുന്ന ഫാമുകളുടെ ആടിനെ നമുക്ക് ബ്രോയിലർ രീതിയിലോട്ടും കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ പ്രസവിച്ച് 15 ദിവസം കഴിഞ്ഞ കുട്ടികളെ നമ്മൾ വേറെ കൂട്ടിയിലേക്ക് മാറ്റി ഒരു കാരണവശാലും ബ്രോയിലർ രീതിക്കാണെങ്കിൽ പുല്ല് കൊടുക്കാനായിട്ട് പാടില്ല. അല്പാൽപമായിട്ട് കൈത്തീറ്റ കൊടുത്ത് ആ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ലിവർ ടോണിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം ലിവറിന് ഭയങ്കരമായിട്ട് ലോഡ് വരും. കാരണം ആട് പരമ്പരാഗതമായിട്ട് പുല്ല് തിന്നുന്ന ഒരു ജീവിയാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ആ തീറ്റക്രമത്തിൽ നിന്നാണ് അതിനെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു 3 മാസം കൈത്തീറ്റ മാത്രം കൊടുത്തതിന് ശേഷം അതിനിടയിൽ നമ്മൾ തള്ളയുടെ പാല് കുടിക്കാം. 3 മാസം കഴിഞ്ഞ് മാറ്റി അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൈത്തീറ്റ മാത്രം കൊടുത്ത് വളർത്തും. അപ്പൊ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമ്മൾ 1 വർഷം കൊണ്ട് ഈ നമ്മളെ സെമി ഇന്റൻസീവ്, അതായത് പുല്ലും കൈത്തീറ്റയും കൊടുത്ത് വളർത്തുന്ന ആടിന്റെ വളർച്ച കൈത്തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് 7 മാസം 6.5 മാസം കൊണ്ട് കിട്ടും. അത്ര നമുക്ക് തൂക്കം അധികം കിട്ടും. പക്ഷെ കോസ്റ്റ് ഒരുപാട് കൂടുതലാണ്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ തീറ്റകൾക്കും പച്ചക്കറി, അരി, എല്ലാ സാധനങ്ങൾക്കും തമിഴന്മാരെ ആശ്രയിക്കുന്ന മാതിരി തന്നെ നമ്മൾ തമിഴ്നാടിനെയും കർണാടകത്തിനെയൊക്കെ ആശ്രയിക്കുന്നത്. അപ്പൊ എല്ലാ തീറ്റകളും അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ അവർക്ക് ലോക്കലായിട്ട് കിട്ടുന്നതിനേക്കാളും ഏകദേശം ഒരു 5 രൂപയോളം നമുക്ക് 1 കിലോ തീറ്റയ്ക്ക് അധികമായിട്ട് ഇവിടെ വരും. ഇനി അതൊരു പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഏറ്റവും കൂടുതൽ തീറ്റ വിൽക്കുന്ന സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ് പൊള്ളാച്ചി. അപ്പൊ സാധാരണ നമ്മൾ ആരോട് തീറ്റ അവിടെ നിന്ന് മേടിക്കേണ്ടതെന്ന് വെച്ചാൽ പൊള്ളാച്ചിന്ന് മേടിക്കാൻ പറയും. പക്ഷെ പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് 5-6 മില്ലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിക്സിംഗ് മില്ലുകളുള്ള ഒരു സ്ഥലമാണ് പൊള്ളാച്ചി. മിക്സിംഗ് മില്ല് എന്താണെന്ന് മനസ്സിലായോ? വില കൂടുതലുള്ള ഐറ്റത്തില് വില കുറവുള്ള ഐറ്റം മിക്സ് ചെയ്ത് തരാൻ, നമ്മളെ പറ്റിക്കാൻ. അപ്പോ നമ്മള് നെൽത്തോട് മേടിച്ച ഒരു ഉമ്മി മിക്സ് ചെയ്യും, എല്ലാം നമ്മുടെ കപ്പനട്ടി പിണ്ണാക്ക് മേടിച്ച ഉമ്മിന്റെ പിണ്ണാക്ക് മിക്സ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന കുറച്ച് സ്ഥാപനങ്ങളും പൊള്ളാച്ചിയിലുണ്ട്, നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഒരുപാട് വിലയുടെ ഡിഫറൻസ് കൂടും തോറാണ് ഈ രീതിയിലുള്ള മിക്സിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഒന്ന്, അങ്ങനെയുള്ള തീറ്റകൾ നമ്മൾ ആടിന് കൊടുക്കുമ്പോൾ അസുഖങ്ങളും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോ ഒന്ന്, നമുക്ക് കോസ്റ്റ് കൂടുതലാണ്. 2, ശുദ്ധമായ അങ്ങനെയുള്ള കൈത്തീറ്റ നമുക്ക് കേരളത്തിൽ കിട്ടാത്തതും കാരണം ബ്രോയിലർ ഫാമിങ് നമ്മുടെ കേരളത്തിൽ നമ്മൾ പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്യുന്നതിന് വിരോധമില്ല, ചെയ്യുന്നുണ്ട്. 3-4 ഫാമോടത്തോളം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന കണക്ക് നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് അതിനുള്ള ഒരു ലാഭം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇനി നമുക്ക് ആവശ്യമില്ലാണ്ട് നമുക്ക് ബ്രോയിലർ ഇതിന്റെ കാര്യങ്ങളെ പറ്റി പോകണ്ടല്ലോ, നമുക്ക് സെമി ഇന്റൻസീവിനെ പറ്റി പഠിച്ചാൽ പോരെ. ഓക്കെ, സെമി ഇന്റൻസീവായുള്ള രീതിയിൽ നമ്മൾ 1 നേരം കൈത്തീറ്റ കൊടുക്കും. അപ്പൊ കൈത്തീറ്റ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് അതിരാവിലെയാണ്.
അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഭക്ഷണം വളരെ പെട്ടെന്ന് തന്നെ അത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ കൊണ്ട് അത് ദഹിക്കും. പിന്നെ നമ്മൾ ഉച്ചയ്ക്കും വൈകിട്ടാണ് കൊടുക്കുക. അപ്പൊ അത് പ്രോസസ് ആവാനായിട്ട് നമുക്ക് 48 മുതൽ 72 മണിക്കൂർ വരെ എടുക്കും. അപ്പൊ ഈ രാത്രിയുള്ള 12 മണിക്കൂറൊക്കെ അതിന്റെ ദഹനം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും. പിന്നെ നമ്മൾ ആടിന് കൈത്തീറ്റ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും വെള്ളത്തിൽ ലൂസായിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. ചില ആൾക്കാർ വെള്ളം കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ 2 പിടി തീറ്റിയിട്ട് ലൂസായിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന തീറ്റ 100% കറക്റ്റായിട്ട് ദഹനം പ്രക്രിയ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഡ്രൈ ആയിട്ട് ആ തീറ്റ ഉണങ്ങിയ രീതിയിൽ തന്നെ കൊടുക്കുക. അതല്ലെങ്കിൽ വീട്ടിൽ കഞ്ഞിലൊക്കെ ഉണ്ടെങ്കിൽ പുട്ടിന്റെ പൊടി നനയ്ക്കുന്ന മാതിരി നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോ നമ്മൾ ലൂസായിട്ട് കൊടുക്കുക. ആദ്യത്തെ അറയിലേക്ക് പോകുന്നതിന് പകരം രണ്ടാമത്തെ അറയിലേക്ക് തീറ്റ പോകും. അതിന് തിരിച്ച് അയ വെട്ടുന്ന ഒരു സംഭവം പോലെ അവിടെ നടക്കില്ല. ഫീഡ് ഫോർമുലേഷനെ പറ്റിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം നമുക്ക് കുറച്ച് പിക്ചേഴ്സും പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കൂട് നമുക്ക് എങ്ങനെ വേണേലും പറയാം. കൊമേഴ്സ്യലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും 5 അടി 7 അടിയൊക്കെ ഉയരമുള്ള കൂടുകളുടെ യാതൊരു ആവശ്യമില്ല. അതിന് കാരണമുണ്ട്. നമ്മുടെ ആൾക്കാർ പലപ്പോഴും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇങ്ങനെയുള്ള കൂടുകൾ വളരെ അധികമായിട്ട് സാധാരണ കണ്ടുവരുന്നത്. അപ്പൊ അത് കണ്ടിട്ട് അതേമാതിരി തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ കോപ്പി ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പൊ അവരുടെ നാട്ടില് അവർക്ക് മഴയില്ല. പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അതേമാതിരി തമിഴ്നാട്ടിലൊക്കെ മഴ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ 6-7 മാസത്തോളം മഴയുണ്ടാവും. മണ്ണിലെ ഈർപ്പം ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസം മാത്രമേ ഇല്ലാതിരിക്കുള്ളൂ. 2 മണ്ണിലെ ഈർപ്പം മാത്രമല്ല, ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. 85 മുതൽ 95% നമ്മുടെ അന്തരീക്ഷത്തിൽ ആർദ്രതയുണ്ട്, അതല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോ ഈ പുറമെയുള്ള സ്റ്റേറ്റുകളിലെ ഒരു കൂടുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ കാട്ടവും മൂത്രവും ഒരേ സ്ഥലത്ത് അതിന്റെ അടിയിൽ വീഴുകയാണ് ചെയ്യണം. ആ മൂത്രം വീഴുന്നേക്കാളും മുമ്പ് തന്നെ അത് വലിഞ്ഞുണങ്ങും. നേരെ തിരിച്ച് 2, 3, 4 ആടുകൾ വളർത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ആടുംകൂടിന്റെ അടിയൊന്നും മാന്തി നോക്കി കഴിഞ്ഞാൽ കാട്ടവും മൂത്രവും കുഴഞ്ഞ് ചീഞ്ഞ് പുഴുവൊക്കെ നടക്കുന്നുണ്ടാവും. മനസ്സിലായി? അപ്പോ അതിന്റെ അടിയിൽ നിന്ന് ഒരുപാട് യൂറിയ, അമോണിയ അങ്ങനെ തുടങ്ങി ഒരുപാട് ഗ്യാസുകൾ വരും. ആ ഗ്യാസ് ആടിനെ വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോ അവിടെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ 5 അടിയിലും 7 അടിയിലൊക്കെ കൂടുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ആടിന് അസുഖങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് കോക്സിഡിയോസിസ് എന്നൊക്കെ പറയുന്ന അസുഖം, അത് നമ്മൾ ഈ ഒരു ഹൈറ്റിൽ ഉണ്ടാക്കിയിട്ട് കാട്ടമൂത്രമൊക്കെ കുഴഞ്ഞു കിടന്ന വളരെ പെട്ടെന്ന് വരുന്ന ഒരു അസുഖമാണ്. ഇടയ്ക്ക് വയറിളൊക്കെ ആയിട്ട് ഒക്കെ വന്നിട്ടുണ്ടാവും. ഒരു യെല്ലോ കളറിൽ പതപതിയൊക്കെ ആയിട്ട് ബ്ലഡിലെ സ്പോട്സ് അവരെ ചോരത്തുള്ളികളായിട്ടുണ്ടാവും. അതേമാതിരി ഒരു മോശം ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടാവും അതിന്. അത് കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം. അത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പല നാട്ടറിവുകളിലും പറയുന്ന മാതിരി അതിന് തൈര് കൊടുത്തോണ്ടോ കട്ടൻ ചായ കൊടുത്തോണ്ടോ വയറിളക്കം നിൽക്കില്ല. തീർച്ചയായിട്ടും അതിന് നമ്മൾ ആന്റിബയോട്ടിക്സ് മാത്രം കൊടുത്താൽ മാത്രമേ അത് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ 4ഉം 5ഉം ആട് ചിലപ്പോഴൊക്കെ കൂടൊക്കെ അങ്ങനെ തന്നെ കാര്യമായിട്ട് പോകും. അപ്പോൾ നമ്മുടെ നാട്ടില് വീടുകളിൽ നമ്മൾ പലപ്പോഴും ചെയ്തിരുന്ന പല നാട്ടറിവുകളും നമ്മൾ കൊമേഴ്സ്യൽ ഫാമിങ്ങിൽ വരുമ്പോൾ നമുക്ക് അത് വയബിൾ ആവില്ല. ഇപ്പൊ ആയുർവേദം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹോമിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഹോമിയോ ചെയ്യാറെന്നൊക്കെ പറയും. പക്ഷെ ഹോമിയോയ്ക്കായാലും ആയുർവേദത്തിനായാലും അതിന്റെ ഒരേ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനുള്ള യാതൊരു കഴിവുകളും നമുക്ക് ആയുർവേദത്തിലോ അല്ലെങ്കിൽ ഹോമിയോയിലോ ഇല്ല. ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെ ഹോമിയോ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും, പിന്നെ അത് ആംബുലൻസും കൂടെ അല്ലേ. അതല്ലാതെ വണ്ടി ഇടിച്ച് ചവാൻ കിടക്കുന്ന ഒരാള് ആയുർവേദ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും, പിന്നെ അവർ നമുക്ക് ആംബുലൻസ് വിടാം. അപ്പൊ അത് തന്നെയാണ് കൊമേഴ്സ്യൽ ഗോഡ് ഫാമിങ്ങിൽ നമുക്കൊരു ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോ മെഡിസിൻസോ അല്ലാന്നുണ്ടെങ്കിൽ ആയുർവേദ മെഡിസിൻസോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പല ആൾക്കാരും ആ മരുന്ന് പരീക്ഷിക്ക് ഈ മരുന്ന് പരീക്ഷിക്ക് പരീക്ഷണങ്ങളൊക്കെ എഴുതി വരുമ്പോഴേക്കും ഒരുപാട് ആളുകളൊക്കെ ചത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൊമേഴ്സ്യലായിട്ട് നമ്മൾ ഒരു ഗോഡ് ഫാമിംഗ് നടത്തുമ്പോൾ
നമുക്ക് ഏറ്റവും വേണ്ടത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള തീറ്റ പരിപാലന ക്രമങ്ങളും ന്യൂട്രീഷൻ മാനേജ്മെന്റുമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടില് വെറ്റിനറി ഡോക്ടേഴ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു റെമഡിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണ്. ഓരോ തവണ അസുഖം വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓരോ തവണ ട്രീറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടാവും. ഓരോ തവണ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോഴും അതിന്റെ മെറ്റബോളിസം കാര്യങ്ങളൊക്കെ തയ്യാറാവും. അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പല വേറെ അസുഖങ്ങൾ ഉണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ രോഗത്തിനെ അല്ല ചികിത്സിക്കേണ്ടത്, നമ്മൾ അതിന്റെ മൂലകാരണത്തെയാണ്, റൂട്ട് കോസിനെയാണ് ചികിത്സിക്കേണ്ടത്. എന്തുകൊണ്ട് അസുഖം വരുന്നു ആ അവസ്ഥ ഒഴിവാക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. തൊട്ട് മുമ്പ് പോയത് നമ്മുടെ കെമിന്റെ ഒരു മാനേജറാണ്. നമ്മുടെ പ്രധാനമായിട്ട് ഇന്ത്യയിലെ 2 കമ്പനികളാണ് ന്യൂട്രീഷൻ മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് 95% ന്യൂട്രീഷൻ മാനേജ്മെന്റും 5% മാത്രം ചികിത്സയാണ്. അസുഖം വരുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോ ഒരു 95% അസുഖങ്ങളും കറക്റ്റായിട്ടുള്ള വാക്സിനേഷൻ, കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ മാനേജ്മെന്റ്, ശുചിത്വം, ഇത്രയുള്ള അതേമാതിരി കറക്റ്റായിട്ടുള്ള ഒരു ഫാമിന്റെ കൂടുകളുടെ ഡിസൈൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ഒരു ആട് ഫാമിൽ ഉണ്ടാവുന്ന ഒരു 99% പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും പുതിയ ഫാമുകൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 5-6 മാസമൊക്കെ വലിയ ആവേശമായിരിക്കും. പിന്നെ ആ ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ അങ്ങനെയുള്ളതിലൊന്നും പിന്നെ ശ്രദ്ധ ഉണ്ടാവാറില്ല. അപ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ വരാം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ആട് ഫാമിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ നിഷ്ഠയോടുകൂടി എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ഏത് കൺസൾട്ടന്റ് ആയാലും അല്ലെങ്കിൽ ഏത് ഡോക്ടർ ആയാലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിഷ്ഠയോടുകൂടി ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ കൊമേഴ്സ്യൽ ഗോഡ് ഫാമിങ്ങില് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രത്യുൽപാദനം. ഒരു ആട് 5 മുതൽ 6-7 മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ മലബാറിയിലെ ക്രോസ് ബ്രീഡ് ആണെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയാവും. ആദ്യത്തെ ഹീറ്റ് കാണിക്കും. അത് ഹെൽത്തി ആണ്, ഫിറ്റ് ആണ്, സൈസിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ 2ാമത്തെ തവണ എണ്ണ ചേർക്കാം. അപ്പൊ ഒരു സൈഡിൽ കൂടെ അതിന്റെ വളർച്ച നടക്കുകയും ചെയ്യും, ഒരു സൈഡിൽ കൂടെ പ്രത്യുൽപാദനം നടക്കുകയും ചെയ്യും. അപ്പോ ആട് പ്രസവിച്ച് അതേമാതിരി 2 മാസത്തിനുള്ളിൽ നമുക്ക് നിർബന്ധമായിട്ടും വീണ്ടും ഹീറ്റ് വന്നിരിക്കണം. അത് 3 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് ചെനയായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ലാഭകരമായിട്ട് നമുക്കൊരു കൊമേഴ്സ്യൽ ഫാം നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ പെണ്ണാടിനെ നമ്മൾ തീറ്റ കൊടുത്തോണ്ടിരിക്കും. ഒരു കൊല്ലൊക്കെ വെച്ച് പരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഓരോ ഗോഡ് ഫാമിലും